ബീഹാറിലെ മഹാസഖ്യത്തിൽ വലിയ വിള്ളലുണ്ടായെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി വിചാരിച്ചിട്ട് പോലും അത് വേണ്ടത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന രംഗങ്ങൾ രണ്ട് ഘട്ടത്തിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ പിൻവലിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടും ഓരോ മണ്ഡലത്തിൽ ഓരോ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് മുന്നണികൾക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല. NDA BJP സഖ്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ NDA BJP സഖ്യം തോറ്റുപോയാൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്ന മലയാളി മാധ്യമങ്ങൾ പറയുന്നത് പൊട്ടത്തരമാണ്. കാരണം ഇനി വർഷങ്ങൾ കിടക്കുകയാണ്, കുറേ വർഷം മോഡി ഗവൺമെൻറ്റിൻ്റെ വർഷം ഇനിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ മോഡി ഗവൺമെൻറ് രാജിവെക്കുക. അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പും അവിടുത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് സമയമുണ്ട് മോഡിയെ സംബന്ധിച്ച്. അതേസമയം ബീഹാറിൽ RJDയും കോൺഗ്രസും അവിടുത്തെ രാംവിലാസ് നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും എല്ലാ പാർട്ടികളും തമ്മിൽ വളരെ വലിയ തോതിലാണ് പരസ്പരം മത്സരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പത്തിലെ നോമിനേഷൻ കൊടുക്കുന്നതിലും അവർ വ്യാപകമായി ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നവംബർ ഇനിയിപ്പോൾ 10-15 ദിവസമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിനെല്ലാം കൂടി 10-25 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ ബീഹാറിൽ ഇവർ തമ്മിലടിച്ച് പിരിയുന്നതല്ലാതെ ഒരു മുന്നണിയായി നിന്നുകൊണ്ട് വിശാല സഖ്യത്തിലേക്ക് പോകുന്നില്ല. വോട്ട് അധികാരി യാത്ര നടത്തിയപ്പോൾ, അല്ലെങ്കിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ് വോട്ട് കള്ളത്തരം നടന്നു എന്നുള്ള രീതിയിലും വോട്ടധികാര യാത്രയൊക്കെ നടത്തിയപ്പോൾ വലിയ ഹൈപ്പാണ് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞത്. 3.5 ലക്ഷം 35 ലക്ഷം വോട്ടർമാരുടെ കണക്കൊക്കെ പുറത്തു കൊണ്ടുവന്നു. അത് 65 ലക്ഷമാണെന്ന് പറഞ്ഞു. പല തരത്തിൽ കള്ള വോട്ടിൻ്റെ ലിസ്റ്റ് വന്നു. അവസാനം 3.5 ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്ന് തന്നെ മാറ്റേണ്ടി വന്നു, പുതിയ ലിസ്റ്റ് കൊണ്ടുവരേണ്ടി വന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റൻസീവ് റിവിഷൻ കൊണ്ടുവരേണ്ടി വന്നു, പ്രത്യേക തീവ്ര പരിഷ്കരണ പരിപാടി കൊണ്ടുവരേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് നവീകരണ പരിപാടി, അങ്ങനെ വളരെ വലിയ തോതിലാണ് ബീഹാറിൽ ഇതെല്ലാം നടന്നത്. പക്ഷേ അതെല്ലാം നടന്നെങ്കിലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിനു മുന്നേ മുന്നണി സമവാക്യങ്ങൾ കൃത്യമാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ വരുമ്പോൾ ഇന്ത്യ സഖ്യം എന്നല്ല വേറെ മഹാസഖ്യമാവുകയാണ്. അതെന്താണ്? ഇന്ത്യയിൽ NDA സഖ്യവും BJP ലീഡ് ചെയ്യുന്ന NDA സഖ്യവും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഇന്ത്യ INDA സഖ്യവുമല്ല. അവിടെ വരുമ്പോൾ അവിടെ മറ്റൊരു സഖ്യമാണ്. അതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുര്യോഗം തന്നെയാണ്. ഓരോ സ്റ്റേറ്റ് ചെല്ലുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ സ്റ്റാലിൻ്റെ മുന്നണി, അപ്പുറത്തോട്ട് ചെന്ന് തൃണമൂലിൽ ചെല്ലുമ്പോൾ അവിടെ വേറെ മുന്നണി. അങ്ങനെ വളരെ ഇന്ത്യ മുന്നണി എന്ന് BJP NDA മുന്നണി പോലെ, അല്ലെങ്കിൽ BJP ലീഡ് ചെയ്യുന്ന NDA മുന്നണി പോലെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു ഇന്ത്യ മുന്നണിയില്ല. ഇവർ പരസ്പരം തല്ലുന്നവരും സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാരവയ്ക്കുന്നവരും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും മാറി നിൽക്കും. ഇപ്പോൾ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ വരുന്നു, CPM ഇന്ത്യ മുന്നണിയിലുണ്ട്, CPI ഉണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇന്ത്യ മുന്നണി വേറെ ഇല്ല. ഇവിടെ ഐക്യരാജ്യത്വ മുന്നണി, ഇടതുപക്ഷ മുന്നണി രണ്ടുമായിട്ടാണ്, രണ്ട് കീരിയും പാമ്പും പോലെയാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ പോയ ഇതാണ് സ്ഥിതി. കോൺഗ്രസ് വേറെ സ്ഥലത്ത് നിൽക്കുന്നു, സ്റ്റാലിൻ വേറെ സ്ഥലത്ത് നിൽക്കുന്നു. ഇനി തൃണമൂൽ കോൺഗ്രസിൻ്റെ നാട്ടിൽ പശ്ചിമ ബംഗാളിൽ പോയാൽ അവിടെ NDA ഒരു സ്ഥലത്ത് നിൽക്കുന്നു, കോൺഗ്രസ് വേറെ സ്ഥലത്ത് നിൽക്കുന്നു, CPMൻ്റെ വഴിക്ക് നിൽക്കുന്നു, തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ മമതാ ബാനർജി അവരുടെ വഴിക്ക് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വഴിക്ക് നിൽക്കുന്നു. ഓരോ സ്റ്റേറ്റ്, പിന്നെ ആന്ധ്രയിൽ പോയാൽ അങ്ങനെ, ചന്ദ്രബാബു നായിഡു അങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്നാൽ അവരവരുടെ രീതിക്കനുസരിച്ച് അവരവർ നിൽക്കുകയും പിന്നെ വന്നിട്ടൊരു ഇന്ത്യ മുന്നണി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതൊരു ഏച്ചുകെട്ട് മുന്നണിയായി പോകും. അതാണ് അവരുടെ ഒരു പ്രതിസന്ധിയും. ആ പ്രതിസന്ധിക്കിടയിലാണ് മഹാസഖ്യത്തിൻ്റെ ഈ ഒരു കഥ വരുന്നത്. മഹാസഖ്യം കൂടെ വരുമ്പോൾ അവിടെ എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി എന്നുള്ള ബാനറിൽ മത്സരിക്കുന്നില്ല, മഹാസഖ്യത്തിലേക്ക് പോവുകയാണ്. മഹാസഖ്യത്തിനകത്താകട്ടെ പരസ്പരം പോരടിക്കുന്ന സംഘടനകളാണ്. അവർ RJD ആയാലും അതുപോലെ കോൺഗ്രസ് ആയാലും അവർ ഒരേ മണ്ഡലത്തിൽ പരസ്പര സ്ഥാനാർത്ഥികളെ നിർത്തി ത്രികോണ മത്സരമുണ്ടാക്കി. യഥാർത്ഥത്തിൽ രണ്ടുപേർ തമ്മിലേ മത്സരം ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്ന് NDA മുന്നണി, നിതീഷ് കുമാറിൻ്റെ BJPയുടെ ഒരു മുന്നണി, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു മുന്നണി. ഈ രണ്ട് മുന്നണിയിലേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇത് പലയിടത്തും ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, RJD ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്, ഇവർ സംയുക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇങ്ങനെ തമ്മിലടിച്ചും സംയുക്തമായും അല്ലാതെയും തല്ലിയും പിരിഞ്ഞുമൊക്കെ മത്സരിച്ചാൽ ജയിച്ചാലും എങ്ങനെയാണ് ഒരു മന്ത്രിസഭ ഉണ്ടാക്കുക എന്ന് ജനങ്ങൾ ചിന്തിച്ചാൽ ജനങ്ങളെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ജനങ്ങൾ എപ്പോഴും ജനാധിപത്യത്തിൽ സ്റ്റേബിളായിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള, സസ്റ്റൈനബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ് വരാനും കൂടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു അപ്പർ ഹാൻഡും കൂടി BJP NDAക്ക് ബീഹാറിൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പുറത്തെ തമ്മിലടി കൊണ്ട് കല്ലിലടിച്ച പൂക്കുല പോലെ ഇവർ പരസ്പരം പോരടിക്കുന്നു. കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവിൻ്റെ വീട്ടിൽ ഒരു നേതാവ്, സാമ്പത്തികമുള്ള ഉള്ള ഒരാൾ, നേതാവാണോ വ്യവസായിയാണോ എന്നറിയില്ല, വലിയ കരഞ്ഞ് നെഞ്ചിലടിച്ച് ഷർട്ടും കീരി കരയുകയാണ്, സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊക്കെയാണ് അവിടെ ബീഹാറിൽ പലപ്പോഴും പോകുന്നത്. നമ്മളിപ്പോൾ പല വാർത്തകളും കാണുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഉണ്ടാകുമ്പോൾ അതിലേറ്റവും അതിദരിദ്രന്മാരുടെ സംസ്ഥാനമാണ് ബീഹാർ. ഇപ്പോഴും ഈ സ്വച്ഛ ഭാരത് മിഷനൊക്കെ വന്നെങ്കിലും സമ്പൂർണ്ണമായി ലാട്രിനൊന്നും ഇപ്പോഴും അവിടെ കൊടുത്തിട്ടില്ല. പല ഗ്രാമങ്ങളിലും അത് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്ര
വലിയ വികസനം, നഗര കേന്ദ്രീകൃതമായൊരു വികസനം എന്നുള്ളതിനപ്പുറം ബീഹാറിലെ ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വോട്ട് കുത്താൻ മാത്രം വിധിക്കപ്പെട്ടൊരു സമൂഹമായി അവർ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവരെ ഭിന്നിപ്പുണ്ടാക്കി പല പാർട്ടികളിലായി, പല സമുദായങ്ങൾ, ജാതി സമുദായം, ജാതി മത രാഷ്ട്രീയം വളരെ വലിയ തോതിലാണ് ബീഹാറിലുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന പോലുള്ള മുന്നണി സംവിധാനത്തിനകത്തുള്ള ഉൾപ്പോരുകളും ഉൾവിളികളും നടക്കുന്നത്. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വോട്ടധികാർ യാത്ര നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ അവിടെ വോട്ട് ചോർ യാത്ര നടത്തിയതിനു ശേഷം ഒരു മഹാസഖ്യത്തെ ഒന്ന് ബലപ്പെടുത്തി ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ്. രാഹുൽ ഗാന്ധി നന്നായി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ശ്രമം. പക്ഷേ അത് ശരിയാക്കിയെടുക്കാൻ നമ്മുടെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയാകട്ടെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, അവർ വഴങ്ങുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇതിൻ്റെ മെരിറ്റ് അടിക്കുന്നത് NDA നിതീഷ് കുമാർ സഖ്യമാണ്. അതിനകത്തുള്ള ആകപ്പാടൊരു കല്ലുകടി വരുന്നത് BJP ആണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പറയുന്നത്, അതോ NDA ആണോ, നിതീഷ് കുമാർ തന്നെയാണോ? അതിനെ അറിയാൻ കഴിയണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയണം. തെരഞ്ഞെടുപ്പ് നവംബർ 14-ാം തീയതിയാണെന്ന് തോന്നുന്നു വോട്ടെണ്ണൽ. നവംബർ 14-ാം തീയതി ഏകദേശം ഈ സമയമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ആരാണ് ബീഹാറിൽ ഭരിക്കാൻ പോകുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ബീഹാറിൽ ഇനി NDA BJP സഖ്യം തോറ്റ് ഈ പറയുന്ന പോലെ എന്തെല്ലാം തമ്മിലടി ഉണ്ടെങ്കിലും ഒരു ആൻറ്റി ഇൻകംബൻസ് വന്ന് ഭരണവിരുദ്ധ വികാരമൊക്കെ വന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന മഹാസഖ്യമോ ഇന്ത്യ സഖ്യമോ ഒക്കെ ജയിച്ചാൽ, അത് സാങ്കല്പിക ചോദ്യമാണ്, ജയിച്ചാൽ സ്വാഭാവികമായിട്ട് മോഡി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ മോഡിയുടെ രാഷ്ട്രീയ ഭാവി അടഞ്ഞു എന്നൊക്കെ ഉള്ള രീതിയിൽ വലിയ ചർച്ച വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും അങ്ങനെ എഴുതിത്തള്ളാൻ പറ്റത്തില്ല മോഡിയെയും BJPയെയും. കാരണം 10-29 സംസ്ഥാനമുള്ളതിൽ ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും BJP തന്നെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നന്നായി ഒന്ന് വിരട്ടി, അല്ലെങ്കിൽ അവർക്ക് നന്നായി പിടിച്ചു കുലുക്കാൻ കഴിഞ്ഞു. NDA മുന്നണിയെ 400 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു പോയ BJPയെ പിടിച്ചു നിർത്താൻ, അല്ലെങ്കിൽ ആ രഥത്തെ വലിച്ച് മുറുക്കി നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. പക്ഷേ ആ കഴിഞ്ഞതിനെ അതിൻ്റെ ടെമ്പോ നിലനിർത്തിക്കൊണ്ടു പോകാൻ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും ഒന്നും കഴിയുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയാണ് നമ്മൾ ബീഹാറിൽ കാണുന്നത്. അപ്പോൾ ബീഹാറിൽ കാണുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള, ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയിൽ വന്ന, അതൊരു കേവലം ചർച്ചകളിലും സെമിനാറുകളിലും അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്ക് അപ്പുറമുള്ള വളരെ കൃത്യമായൊരു സംഘടനാ ബലമോ കൃത്യമായൊരു മുന്നണി ബന്ധമോ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. ആ കഴിയാത്തതിൻ്റെ ഒരു ബാക്കിപത്രം കൂടിയാണ് ബീഹാറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. എന്തായാലും പരസ്പരം മല്ലടിക്കുകയാണ്. ആ പരസ്പരത്തിലുള്ള മൂന്ന് ഭാഗമായി നിൽക്കുന്നതിൽ അതായത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വരേണ്ട തെരഞ്ഞെടുപ്പിൽ 3 വിഭാഗങ്ങൾ വരുമ്പോൾ ആരാണ് നേടുക, ആർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുക എന്ന് അറിയാൻ പറ്റത്തില്ല. സമ്പൂർണ്ണമായി BJP തൂത്തുവാരി നിതീഷ് കുമാർ സംഘവും കൊണ്ടുപോകുമോ, അതോ അവരുടെ ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ കൂടി വന്ന് മോഡിയെതിരെതിരെയൊക്കെയുള്ള വികാരമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ചേർത്ത് വന്നിട്ട് മഹാസഖ്യം തമ്മിലടിക്കുകയാണെങ്കിലും ജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോഴും നിൽക്കുന്ന ഒരു വലിയ വിഷയം, ഇനി ജയിച്ചാൽ മഹാസഖ്യത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതും വലിയ തർക്ക വിഷയമായിരിക്കും. കോൺഗ്രസ് ആണോ അതോ RJD ആണോ, ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യവും വലിയ ഒരു വിഷയമായി തന്നെയാണ് ബീഹാറിൽ നിൽക്കുന്നത്.